ബഗ്ദാദി എന്ന പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഉറക്കം കളഞ്ഞ ഇബ്നു സബാത്ത് എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ബഗ്ദാദിലെ പേരുകേട്ട കള്ളനായിരുന്നു ഇബ്നു സബാത്ത്. പക്ഷേ ആ നാട്ടിലെ നിയമപാലകർക്ക് ഇബ്നു സബാത്ത് ആരാണെന്നറിയില്ല. ആ നാട്ടിലെ പണക്കാരായ ആളുകൾക്കെല്ലാം എത്രയോ ഉറക്കില്ലാത്ത രാത്രികൾ സമ്മാനിച്ച മനുഷ്യൻ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇബ്നു സബാത്ത് വേഗം തീരണേ എന്നായിരുന്നു. എന്നാൽ ആ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: പടച്ചോനെ, ഇബ്നു സബാത്തിന് ആയുസ് നീ നീട്ടിക്കൊടുക്കണമേ എന്നത്. ഇബ്നു സബാത്ത് എന്ന ഈ മനുഷ്യൻ്റെ പണി ആ നാട്ടിലെ പണക്കാരായ ജനങ്ങളിൽ നിന്ന് അവരുടെ വീട്ടിലുള്ള ഭക്ഷണ വസ്തുക്കൾ, ആഭരണങ്ങൾ ഇതെല്ലാം മോഷ്ടിക്കും. എന്നിട്ട് വീട്ടിൽ ഇങ്ങനെ എഴുതി വെക്കും: ഞാനാണ് ഇത് കട്ടത്, ഇബ്നു സബാത്താണ്. പക്ഷേ ആർക്കും ആ മനുഷ്യനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. നേരം പുലരുമ്പോഴേക്കും ബഗ്ദാദിലെ പാവപ്പെട്ടതായ ഏതെങ്കിലും ഒരു വീട്ടിലെ വാതിൽപ്പടിയിൽ ഈ വസ്തുക്കളെല്ലാം കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഇങ്ങനെ എഴുതും: ഇത് ഞാനാണ് ഈ വസ്തുക്കൾ തന്നത്, ഇബ്നു സബാത്ത്. ബഗ്ദാദിലെ പരാതികൾ കേട്ട് പോലീസുകാർ ഉറക്കില്ലാതെ തിരയുകയാണ് ആ ചെറുപ്പക്കാരനെ. എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് പോലും പോലീസുകാർക്കറിയില്ല. ഇതൊരാൾ ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലാണ് ചെയ്യുന്നത് എന്ന് എല്ലാവരും കരുതി. ദിവസേന പരാതികൾ കൂടിക്കൂടി തുടങ്ങി. ഇബ്നു സബാത്ത് ബഗ്ദാദിലെ മുഴുവൻ പണക്കാർക്കും ഒരു തലവേദനയായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കള്ളനെ തേടിയിറങ്ങിയ ഒരു കൂട്ടം പോലീസുകാർ വിശ്രമിക്കാനായി അടച്ചിട്ട പീടികയുടെ മുന്നിലുള്ള ബെഞ്ചിൽ പോയിരുന്നു. അപ്പോഴാണ് അവർ അത് ശ്രദ്ധിച്ചത്. ആ കടയുടെ മുന്നിലുള്ള ബെഞ്ചിൻ്റെ ചുവട്ടിൽ വളരെ ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ സുഖമായി കിടന്നുറങ്ങുന്നു, അതും പട്ടാപ്പകലിൽ. ആ ബെഞ്ചിൻ്റെ അടിയിൽ കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ആ പോലീസുകാരൻ ഉണർത്തി. എന്നിട്ട് അവനോട് ഇങ്ങനെ ചോദിച്ചു: നീ എവിടെയുള്ളതാണ്? എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? നിനക്കൊരു വീടില്ലേ? അവിടെ ഉറങ്ങിയാൽ പോരെ? പക്ഷേ ആ കുട്ടിയിൽ നിന്നുള്ള മറുപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വെയിലിൻ്റെ ചൂടും ഇബ്നു സബാത്തിൻ്റെ പരാതികളുമായി ആകെ കൂടി ദേഷ്യം പിടിച്ചു നിൽക്കുന്ന പോലീസുകാരന് ചോദിച്ച ചോദ്യത്തിന് മറുപടി കിട്ടാത്തതിൽ ദേഷ്യം വന്നു. അയാൾ ചെറുതായിട്ടൊന്ന് അവൻ്റെ ചെവിയിൽ നുള്ളി. എന്നിട്ട് ചോദിച്ചു: നിൻ്റെ പേരെന്താണ്? അവൻ മറുപടി പറഞ്ഞു: എനിക്ക് പേരില്ല. നീ എന്താ ആളെ കളിയാക്കുകയാണോ? നിൻ്റെ പേരെന്താണെന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് പേരില്ല, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്കാരുമില്ല. അയാൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞു: ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. ഇവൻ ഈ ചെറുപ്രായത്തിൽ തന്നെ പോലീസുകാരെ കുരങ്ങ് കളിപ്പിക്കുന്നു. ഇവനെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഇബ്നു സബാത്തിനെ തപ്പിപ്പോയവർ ഒരു ചെറിയ ബാലനെയുമായിട്ട് അവർ വരുന്നത് കണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചു: ആരാണിത്? ഇബ്നു സബാത്ത് എന്തായി? പിടിച്ചുകൊണ്ടുവന്ന പോലീസുകാരൻ പറഞ്ഞു: സാർ, ഞങ്ങൾ വിശ്രമിക്കാനായി ഒരു അടച്ചിട്ട കടയുടെ മുന്നിലിരുന്നപ്പോഴാണ് ഇവൻ അവിടെ കിടക്കുന്നതായി കണ്ടത്. ഇവനോട് പേര് ചോദിച്ചപ്പോൾ അവൻ ഞങ്ങൾ കളിയാക്കുകയാണ് സാറേ. പേര് പറയുന്നില്ല. ചെറുപുഞ്ചിരിയോടെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു: അത് ചെറിയ കുട്ടിയല്ലേ, ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണം. മോനെ, നിൻ്റെ വീട് എവിടെ? എന്താ മോൻ്റെ പേര്? നീ എന്താ അവർ ചോദിച്ചപ്പോൾ മറുപടി ഒന്നും പറയാത്തത്? സാറേ, ഞാൻ അവരോട് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേരില്ല എന്ന്. അങ്ങനെ ആ ഉദ്യോഗസ്ഥനും അവനെ കൊണ്ട് ഇടങ്ങാറായി തുടങ്ങി. അവർ ചോദിക്കുന്ന രീതിയിൽ എല്ലാം ചോദിച്ചു. അവൻ്റെ മറുപടി എല്ലാത്തിനും ഇല്ല, അറിയില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഇങ്ങനെയായിരുന്നു. അതിനിടെയാണ് അവിടെ നിന്നുകൊണ്ടിരുന്ന പോലീസുകാരൻ അത് ശ്രദ്ധിക്കുന്നത്. അവൻ്റെ ചെവിയുടെ താഴ്ഭാഗത്ത് ഒരു മറുക്. അയാൾ അത് കണ്ടപ്പോഴേക്കും ഉദ്യോഗസ്ഥരോട് പറഞ്ഞു: ഈ കുട്ടി ഒരുപക്ഷെ ആ കുട്ടിയായിരിക്കും. അപ്പോൾ അയാൾ ചോദിച്ചു: ഏത് കുട്ടി? സാർ, ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിച്ച കുട്ടിയാണ് എങ്കിൽ ഇവനെ എനിക്കറിയാം. ഞാൻ വളർത്തിയിട്ടുണ്ട് ഇവൻ ഒരു അനാഥ കുട്ടിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവനെ കിട്ടിയത്?